ഭക്ഷണ സമയത്ത് ടി വി അല്ലെങ്കിൽ മൊബൈൽ ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളത് വളരെ സ്ഥിരമായിട്ടുള്ളൊരു ചോദ്യമാണ്. അല്ലെങ്കിൽ പലപ്പോഴും അമ്മമാർ വന്നിട്ട് പറയും, ഇവൻ ഭക്ഷണം കഴിക്കണമെങ്കിൽ ഞാൻ ടി വി കാണിച്ചു കൊടുക്കണം, മൊബൈൽ ഓൺ ചെയ്താലേ ഭക്ഷണം കഴിക്കുള്ളൂ. ഇതിനെപ്പറ്റി ഡോക്ടറുടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കാറുണ്ട്. വളരെ വ്യക്തമായൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. ഭക്ഷണവും സ്ക്രീനും തമ്മിൽ ഒരിക്കലും കൂട്ടിക്കുഴയ്ക്കാൻ പാടില്ല. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ സ്ക്രീൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുട്ടിക്ക് ഭക്ഷണം കഴിക്കുന്നതിനേക്കാട്ടിലും കൂടുതൽ സ്ക്രീനിലാണ് കുട്ടിയുടെ ശ്രദ്ധ വരിക. അപ്പോൾ ഭക്ഷണം എന്നുള്ളൊരു സാധനത്തിനെ ആസ്വദിച്ച് കഴിക്കുന്നത് കുട്ടിക്ക് ഒരു പതിവല്ലാതെയായിട്ട് തീരുകയാണ്. മറിച്ച് ആ സമയത്തും കുട്ടി ആസ്വദിക്കുന്നത് ടി വി കാണുന്നതിൽ ആ യൂട്യൂബിലോ കാണുന്ന പൂച്ചയോ കാക്കയോ അല്ലെങ്കിൽ ഫിലിമുകളെയോ ആണ് കുട്ടി ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊരിക്കലും ഒരു അഭിലഷണീയമായിട്ടുള്ള ഒരു പ്രവണതയല്ല. ഒരിക്കലും അതിനെ മിക്സ് ചെയ്യരുത്. ഇങ്ങനത്തെ കുട്ടികളുടെ ഭക്ഷണത്തിൻ്റെ ഇൻടേക്ക് വളരെ കുറഞ്ഞു വന്നിട്ടാണ് കാണാറുള്ളത്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ കുറച്ചുകൂടി വലിയ കുട്ടികളാണെങ്കിൽ ടി വി ഓൺ ചെയ്ത് വെച്ചിട്ട് സ്നാക്സ് തിന്നുക, അല്ലെങ്കിൽ ഭക്ഷണങ്ങൾ ഈ ഭക്ഷണത്തിൻ്റെ മുകളിൽ ഇവർക്ക് യാതൊരു നിയന്ത്രണവും ഇല്ലാണ്ടായിട്ട് ഈ പൊണ്ണത്തടിക്കും അത് കാരണമാവാറുണ്ട്. സീരിയൽ കണ്ടുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നതും, അല്ലെങ്കിൽ അതൊരു ഓട്ടോമാറ്റിക് പ്രോസസ്സായിട്ട് ഈ ഭക്ഷണം കഴിക്കുന്നത് കുട്ടി അറിയുന്നതേയില്ല. അപ്പോൾ ഒരിക്കലും ടി വിയും മൊബൈലും ഭക്ഷണവും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കുന്ന ഒരു രീതി അരുത്. ഇതിനായിട്ട് വീട്ടിൽ ശക്തിയായ നിയന്ത്രണങ്ങൾ വേണം. ഒരിക്കലും കൂട്ടിക്കുഴയ്ക്കരുത്. പിന്നെ ഡൈനിങ് ടേബിൾ ഒരിക്കലും ടി വിയുടെ മുന്നിൽ കൊണ്ടുപോയിട്ട് വയ്ക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അത് ഭക്ഷണം കഴിക്കുന്ന ഒരു ഓട്ടോമാറ്റിക് പ്രോസസ്സായിട്ട് മാറുന്നതിന് വഴിതെളിക്കുകയുണ്ടാവുള്ളൂ.